ഹായ് മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിരിക്കുന്നു, സുഖമായിരിക്കുന്നു. എല്ലാവരും പഠനമൊക്കെ ഏതുവരെയായി? ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പം എനിക്ക് ആ ഒരു ക്ലൈമറ്റ് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. സൂര്യനൊക്കെ ഉദിച്ച് നല്ലൊരു ആകാശത്തിനൊക്കെ ഭയങ്കര ഭംഗി, നല്ല നീല കളറ്, ഒരു നല്ല സണ്ണിയുടെ അല്ലേ, എനിക്കങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ. അപ്പം ഞാൻ ആകാശത്തിൻ്റെ ഭംഗിയൊക്കെ കുറച്ച് നേരം നോക്കി, ചെടികളുടെ ഭംഗി നോക്കി. പുതിയതായിട്ടൊരു ചെടി ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. ആ ചെടിയിൽ 2 പൂവ് ഇട്ടിട്ടുണ്ട്, നല്ല രസമുണ്ട്. ഇനി ഇതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല കേട്ടോ, അറിയായിരുന്നു, മറന്നു ഞാൻ. അപ്പോൾ നല്ല രസമുണ്ട്, കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ ഇളകുന്ന. ഞാൻ വെച്ചാൽ നല്ല ക്ലൈമറ്റ്, നല്ല അന്തരീക്ഷം, മനസ്സിന് നല്ലൊരു പോസിറ്റീവ് വൈബ്. അന്ന് എന്തുകൊണ്ട് ഫോട്ടോ എടുത്തുവിടാം, വീഡിയോ എടുത്തുവിടാമെന്ന് ഞാൻ വിചാരിച്ചു. ഫോട്ടോ ഓൾറെഡി എടുത്തു, അതാട്ടോ അങ്ങനെ പറയണേ. അപ്പം ഞാൻ പിന്നെ അധികം ആസ്വദിച്ച് നിന്നില്ല. ആസ്വദിച്ച് നിന്നാൽ സമയം ഏകദേശം 11 മണി ആയിട്ടുണ്ട്. അപ്പോൾ ആസ്വദിക്കാൻ നിന്നാൽ സമയം ഉച്ചയാകും. ഇപ്പം തന്നെ ഉച്ചേൻ്റെ അടുത്തായി. അപ്പം ഞാൻ വേഗം വിചാരിച്ചു പണികളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ഉണ്ടായിട്ടുണ്ട്, എന്നാൽ പകൽ പഠിക്കുന്ന കുറച്ച് വീഡിയോസൊക്കെ ആഡ് ചെയ്തിട്ടൊരു സ്റ്റഡി വ്ളോഗ്, ഒരു പ്രൊഡക്റ്റീവ് സ്റ്റഡി വ്ളോഗ് ആഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഞാൻ ഉച്ച വരെ പഠിക്കുന്നത് ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ, ഈവനിങ് ഒന്നും ഇല്ല. കാരണം അതിൻ്റെ ഇടയ്ക്ക് കുറേ വീട്ടുപണികളും കാര്യങ്ങളും ഉണ്ട്. മീൻസ് രാവിലത്തെ പരിപാടികളെ കഴിഞ്ഞിട്ടുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം മക്കൾ വരുന്നതിന് മുന്നുള്ള പരിപാടിയുണ്ട്. അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടൊരു വീഡിയോ ആണ് ഇത്. നിങ്ങളെല്ലാവരും വീഡിയോ എൻജോയ് ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് തരാം. ഞാനും മോളും കൂടി ആട്ടോ പഠിക്കാനിരുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ആണല്ലോ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഞാൻ അതിൻ്റെ സിലബസ്, പ്രിലിംസിൻ്റെ സിലബസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പഠനമാണ് ഞാനിപ്പോൾ നടത്തുന്നത്. അപ്പോൾ അതിലൊരു ടോപ്പിക്ക് എടുത്തിട്ട് അത് പഠിച്ചാണ് ഞാൻ പോണത്. അപ്പോൾ ഞാൻ സിലബസ് എടുത്തിട്ട് ഇന്നിപ്പോൾ ഏതൊക്കെയാണ് ടോപ്പിക്സ് പഠിക്കേണ്ടതെന്ന് ഞാൻ എഴുതി വെച്ചാൽ അതൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ മോർണിംഗിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും എൻ്റെ ഇന്നത്തെ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത് 11 മണിക്ക് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് എഴുതി വെച്ചു. അതിൽ ഞാനിപ്പോൾ ഹിസ്റ്ററി പാർട്ടാണ് നോക്കി പോകുന്നത്. പിന്നെ നോൺ GK ആയിട്ടുള്ള മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, അതിൽ ഓരോ ടോപ്പിക്ക് പഠിച്ചു പോകുന്നുണ്ട്. അത് എഴുതി വെക്കുകയും ചെയ്തു. പിന്നെ ഞാൻ റിവിഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. അല്ലാതെ ഞാൻ GK പാർട്സിൽ തന്നെ എല്ലാം, മീൻസ് ജോഗ്രഫി, ഇക്കണോമിക്സ്, അങ്ങനെ എല്ലാത്തിൽ നിന്നും എടുത്തില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബേർഡനായാലും എനിക്ക് ഭയങ്കര പറ്റില്ല. മീൻസ് എനിക്ക് എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര സ്ട്രെസ്ഡ് ആവും ഞാൻ. അതിലും ഭേദം നമുക്ക് പറ്റുന്ന പോലെ കുറേശ്ശെ പഠിച്ചു പോകാമെന്ന് ഞാൻ വിചാരിച്ചു. അതാകുമ്പോൾ കംപ്ലീറ്റ് ആകുമ്പോൾ മീൻസ് അല്ലെങ്കിൽ ആ ടിക്കൊക്കെ, മീൻസ് ടു ഡു ലിസ്റ്റൊക്കെ ഒന്ന് കംപ്ലീറ്റഡ് എന്നുള്ള ടിക്ക് ഇടുമ്പോൾ എനിക്ക് എൻ്റെ ഒരു സമാധാനം കിട്ടാറില്ല. അപ്പം ഞാൻ അങ്ങനെ നോക്കാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. ഞാൻ ആദ്യം പഠിച്ചത് പിന്നെ ഹിസ്റ്ററി ആയിരുന്നു. ഹിസ്റ്ററിയിലെ സംഭാവനകൾ, യൂറോപ്യന്മാരുടെ സംഭാവനകളായിരുന്നു. അത് ഞാൻ ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നുകൊണ്ട് അത് മാത്രമല്ല, എൻ്റെ റാങ്ക് ഫയലിൽ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. അത് കൂടുതൽ അടുത്തിലൊന്നും ഇല്ല അതിനെക്കുറിച്ച്. മീൻസ് ഇനിയിപ്പോൾ വീഡിയോസ് മറ്റും നോക്കേണ്ടി വരും കൂടുതലായിട്ട് അതിനെക്കുറിച്ച് എന്ത് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് അത് വായിച്ചു. പിന്നെ ഒത്തിരി തവണ നമ്മൾ വായിച്ചിട്ടുള്ളതായിട്ട് കുറച്ചൊക്കെ മനസ്സിലുണ്ടായിരുന്നു. മീൻസ് ഓർത്തഡോക്സ്, മലബാറിക്സ്, ഇതൊക്കെ നമുക്ക് ഓൾറെഡി ഓർമ്മയുണ്ട്. പിന്നെ ഇയർ മാത്രമാണ് എനിക്ക് ഭയങ്കര മറവിയായിട്ട് വരുന്നത്. അപ്പോൾ അത് നോക്കി. അതിന് ശേഷം പിന്നെ എഗ്രിമെൻ്റ് ഓഫ് വെർബ് ആൻഡ് സബ്ജക്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കായിരുന്നു ഇംഗ്ലീഷിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. സത്യം പറയാലോ, എനിക്കതെല്ലാം കൂടെ അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. എല്ലാം അങ്ങോട്ട് ചില റൂൾസൊക്കെ വേഗം കിട്ടുന്നുണ്ട്, ചില റൂൾസ് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഈ ഗ്രാമർ പാർട്ട് നല്ല ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനത് കുറച്ച് നോക്കി കഴിഞ്ഞിട്ട് ഞാനത് സ്കിപ്പ് ചെയ്തു എന്ന് വെച്ചാൽ പഠിക്കാണ്ടിരിക്കുകയല്ല, ഏതെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോസോ, പിന്നെ അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി ക്ലാസ്സിന് ജോയിൻ ചെയ്തതിൻ്റെ വീഡിയോസ് കിടപ്പുണ്ട്, അവരുടെ റെക്കോർഡ്, അത് ഏതെങ്കിലും കണ്ടതിന് ശേഷം, മീൻസ് അന്നൊന്നും ഞാൻ കറക്റ്റ് അത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം ഒന്ന് നല്ലോണം മനസ്സിലാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാതെ ഇതിപ്പോൾ വായിച്ച് നോക്കിയിട്ട് ശരിക്കും അതോ ഈ ടൈമിൻ്റെ ആണോ എന്ന് അറിയില്ല, ഉച്ചയാകാനായതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്കൊന്നും അങ്ങോട്ട് തലയിൽ കയറിയില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ ഞാൻ പകുതിക്ക് വെച്ചു, 2 പേജ് നോക്കി ഞാനതവിടെ വെച്ചു. ഈവനിങ് നോക്കാൻ പറ്റില്ല, എൻ്റെ മൊബൈലിൽ നെറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഈവനിങ് മാത്രമേ ഈ ക്ലാസ്സസ്, വീഡിയോസ് എന്തെങ്കിലും കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതവിടെ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ മലയാളമാണ് നോക്കിയത്. മലയാളത്തിൽ ഞാൻ പരിഭാഷയാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് പറയുന്നത്. അത് വെച്ചാൽ അത്യാവശ്യം ഉണ്ട്. പിന്നെ
രസമല്ലേ അതിങ്ങനെ പഠിച്ചാൽ. എനിക്ക് മലയാളം നല്ല ഇഷ്ടമാണ് കേട്ടോ പഠിക്കാൻ. എനിക്ക് അത്രയും ഒരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറില്ല. പിന്നെ ഞാൻ ഏതെങ്കിലും ഒരു എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ മീൻസ് എനിക്ക് കുറച്ച് മാർക്ക് കിട്ടിയതുപോലെ ഫീൽ ചെയ്യുന്നത് മലയാളത്തിനാണ്. നോൺ ജി കെൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കങ്ങനെ അതുകൊണ്ട് തന്നെ ഞാൻ അതിലിച്ചിരി കോൺഫിഡൻ്റ് ആണ്. ഓവർ കോൺഫിഡൻ്റ് ഒന്നും അല്ല, പഠിച്ചെടുക്കാൻ പറ്റും എന്ന് എനിക്കൊരു തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെ പരിഭാഷയൊക്കെ ഒരു രസത്തിന് ഇരുന്ന് മീൻസ് നമുക്ക് അവിടെ ഇവിടെയൊക്കെ പ്രയോഗിക്കാവുന്ന വാക്കുകൾ പോലെയൊക്കെ എനിക്കിങ്ങനെ ഫീൽ ചെയ്യും. അതുകൊണ്ട് അത് ഞാൻ നോക്കിയിട്ടോ, കംപ്ലീറ്റ് ആയിട്ടില്ല, അത് നോക്കിയിട്ടുണ്ട്. പിന്നെ എനിക്കിനി മാത്സാണ്, മാത്സിൻ്റെ കാര്യമാണ്. മാത്സ് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നോക്കിയാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അത്രയൊക്കെ തന്നെയാണ് എനിക്ക് നോക്കാനുള്ളത്. പിന്നെ മൊത്തം എന്താണെങ്കിൽ ഈ സമയം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റില്ല. ഞാൻ ഏകദേശം ഒരു ഒന്നരേൻ്റെ അടുത്ത് വരെ ഇരുന്നിട്ടുള്ളൂ. കാരണം അതിനുശേഷം എനിക്ക് ഒരു പാലിന് പോകണം, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇച്ചിരി നേരത്തെ കുളിക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ തീർക്കുന്നുണ്ട്. മക്കൾ വന്നു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എൻ്റെ പഠിത്തം അവരുടെ പഠിത്തം കൂടി ആകുമ്പോൾ എനിക്ക് അവരെ അങ്ങ് ശ്രദ്ധിക്കാൻ പറ്റാതായപ്പം ഇന്നാൾ പേരൻറ്റ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ മീൻസ് മൂത്തവൻ്റെ കുഞ്ഞുവിൻ്റെ ആൻസർ ഷീറ്റൊക്കെ കണ്ടപ്പോൾ എനിക്ക് മാർക്ക് കുറവ് പോലെ ഫീൽ ചെയ്തു. അപ്പോൾ അവരെയും കൂടെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ എനിക്കതൊരു ഭയങ്കര റിഗ്രഷൻ വരും. അന്നേരം അവരെ ശ്രദ്ധിക്കണം. പിന്നെ മൂത്ത ആളുടെ ആണെങ്കിൽ രണ്ടാമത്തെ ആദുവിൻ്റെ കാര്യം അങ്ങനെ തന്നെ. മീൻസ് അവർ പഠിക്കുന്നില്ലെന്നല്ല, ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലേക്ക് പോകാത്ത പോലെ ഫീൽ ചെയ്തു. മറ്റുള്ള കുട്ടികളെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല, ചെറിയ മക്കളാണ്. എന്നാലും അങ്ങനെ വിചാരിച്ചു. എൻ്റെ ഹസ്ബൻഡ് ഒന്നുകൂടെ ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കുളി അലക്കൽ അങ്ങനത്തെ പരിപാടിയൊക്കെ, അലക്കലില്ല കുളി, അതൊക്കെ അങ്ങോട്ട് ഉച്ചയ്ക്ക് കഴിയുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ പുറകെ പോകണ്ട. ആ സമയത്ത് അവർക്കൊരു 2 മണിക്കൂർ കൊടുത്താൽ മതി, കൂടുതൽ പഠിപ്പിക്കേണ്ടല്ലോ. 2 വേണ്ട, 1 മണിക്കൂർ എത്രയെങ്കിലും പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. ആ സമയത്ത് പിന്നെ നൈറ്റോ അല്ലെങ്കിൽ ഈവനിങ് സമയം കിട്ടുമ്പോൾ എനിക്ക് നോക്കാമല്ലോ. അല്ലെങ്കിൽ ഈ കുളിയൊക്കെ കഴിഞ്ഞ് പാലൊക്കെ വാങ്ങി വന്നതിന് ശേഷം എനിക്ക് പഠിക്കാൻ സമയമുണ്ട്. അതങ്ങനെ വിചാരിച്ചപ്പോൾ മോളെ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് ഞാൻ ബുക്കൊക്കെ കൊടുത്തിട്ടായിരുന്നു കേട്ടോ ഇരുത്തിയത്. കുഞ്ഞിനെ വെച്ചിട്ടുള്ള പഠിത്തം വീട്ടമ്മമാർക്ക് കുഞ്ഞു മക്കളുള്ളവർക്ക് ഉള്ള അമ്മമാരോട് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട, അവർക്ക് അനുഭവമുള്ള കാര്യമായിരിക്കും. അവർ നമ്മളെ അങ്ങനെ ഒരു ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ സമ്മതിക്കത്തില്ല. അവർ ഇടയ്ക്കിടയ്ക്ക് അവളിങ്ങനെ ഓരോ ആവശ്യം അൽക്കാന്നട്ട പേര്, അൽക്കു ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു ഓരോ ആവശ്യത്തിനായിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് ഞാനൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. മോൾക്ക് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ മടിയിൽ ഉണ്ടായിരുന്നു കേട്ടോ. മടിയിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ നോക്കി. മടിയിലിരുന്ന് ഫീഡ് ചെയ്യുന്ന സമയത്ത് നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാതെ മടിയിലിരുത്തി അവൾക്ക് എല്ലാ ആവശ്യം വരും. ബുക്കൊക്കെ വലിച്ച് കീറാൻ ട്രൈ ചെയ്യും. അങ്ങനത്തെ ഒരു ടെൻഡൻസിയാണ് കുഞ്ഞു മക്കൾക്ക്, അങ്ങനെയുള്ള അവർക്ക് അറിയില്ലല്ലോ. അന്നേരം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനൊരു 10-15 മിനിറ്റ് എടുത്തു കേട്ടോ. മോളെ ഉറക്കാനായിട്ട്. അപ്പോൾ അവൾ ഉറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ ഫ്രീ ആയിട്ട് എനിക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റി. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മോളുറങ്ങി പിന്നെ കുറച്ച് നേരം അവിടെ പഠിച്ച് കഴിഞ്ഞ് പിന്നെ രാവിലെ ചായ കുടിച്ചതാണല്ലോ, അപ്പോൾ ചെറിയ വിശപ്പ് സ്വാഭാവികമാണല്ലോ. ഞാൻ പോയിട്ട് അവക്കാഡോ ഉണ്ടായിരുന്നു, 2 അവക്കാഡോ എടുത്തിട്ട് മിക്സിയിൽ മീൻസ് ഇതാക്കിയില്ല, സ്മൂത്തി ആയിട്ടല്ല, ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഉടച്ചിട്ട് ഇച്ചിരി പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെ കഴിച്ചു. കാരണം മിക്സിയിലൊക്കെ അടിച്ച് ഇത്രയും ടൈം കൂടെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു. നമ്മൾ ഇത്രയും സമയം സേവ് ചെയ്യാമെന്നാണല്ലോ ചെയ്യേണ്ടത്. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഞാൻ കുറച്ച് നേരം നോക്കി, 1:30 വരെ നോക്കി. പിന്നെ ഞാൻ എണീറ്റ് ഞാൻ ഈവനിങ്ങും രാത്രിയൊക്കെ ആയിട്ട് എൻ്റെ ബാക്കി കംപ്ലീറ്റ് ചെയ്ത് തീർക്കും. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് തട്ടിക്കുട്ടി വീഡിയോ ആണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളൂ. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക, സമയം കളയാതെ, സമയം പാഴാക്കാതെ കിട്ടുന്ന അവസരമൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ വേറൊരു സ്റ്റഡി വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.